പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു 3-4 വയസ്സ് പ്രായം വരുന്ന കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഒരു ബേബി ഫ്രോക്കാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പ്ലീറ്റഡ് ഫ്രോക്കാണ്. പീറ്റർ പാൻ കോളറൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്ന മെറ്റീരിയൽസാണിത്. ആദ്യം ടോപ്പ് പാർട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മെറ്റീരിയൽ ഇതുപോലെ രണ്ടായി മടക്കി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 10.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 9 ഇഞ്ചാണ് ടോപ്പിന് ലെങ്ത്ത് വേണ്ടത്. 1.5 ഇഞ്ച് സീം അലവൻസ് ആണ്. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഷോൾഡർ 9 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ ഹാഫാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 4.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഷോൾഡർ. ആം ഹോളും 4.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അത് രണ്ടും കൂടി മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ 2 പോയിൻറ്റും ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കുന്നുണ്ട്. ചെസ്റ്റ് റൗണ്ട് 22 ഇഞ്ചാണ്. അതിൻ്റെ 4/1 ഭാഗം എന്ന് പറഞ്ഞാൽ 5.5 വരും. അതിൻ്റെ കൂടെ ഞാൻ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 7.5-ൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അതും കൂടി ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വേസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ എനിക്ക് വേസ്റ്റ് റൗണ്ടും 22 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ഭാഗം 5.5 വരും. അത് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും ചേർത്തിട്ട് ഞാൻ 7.5-ൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ചെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും കൂടി ഒന്ന് യോജിപ്പിച്ച് വരച്ചു. അപ്പോൾ ഞാൻ ആദ്യം അത് വരയ്ക്കുമ്പോൾ ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് വീണ്ടും ഒന്ന് വരച്ച് കാണിക്കുന്നത്. നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചും നെക്ക് ഡെപ്ത്ത് 3 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ 2 പോയിൻറ്റും കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഷോൾഡർ സ്ലോപ്പ് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നെക്കിൻ്റെ അവിടുന്ന് ഷോൾഡറിലേക്ക് ഒരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ആം ഹോൾ കർവ് വെച്ചിട്ട് ആം ഹോളും കൂടി ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാൻ യൂനെക്കാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ യൂനെക്ക് ഇതുപോലെ കർവ് വെച്ച് വരച്ചിട്ട് ഞാൻ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് റെഡിയായി. ഇനി ഈ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് വെച്ചിട്ട് നമുക്ക് ബാക്ക് പോർഷൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതിൽ ബാക്ക് പോർഷനിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് കൂടുതൽ എടുക്കണം. അതുകൊണ്ടാണ് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യാഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ബാക്ക് പോർഷൻ്റെ ലൈനിങ് രണ്ടായി മടക്കിയതിന് ശേഷം ഈ മടക്ക് വരുന്ന ഭാഗത്തുനിന്ന് 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു ലൈൻ വരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് ഇപ്പോൾ വരച്ച ലൈനിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ലൈനിങ് റെഡിയായി. ഇനി നമുക്ക് മെയിൻ ക്ലോത്താണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ മെയിൻ ക്ലോത്ത് രണ്ടായി മടക്കിയതിന് ശേഷം ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ലൈനിങ് അതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മെയിൻ ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ ഈ ഡ്രസ്സിന് പീറ്റർ പാൻ കോളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു തുണി 4ആയി മടക്കിയിട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആ ഫ്രണ്ട് പോർഷൻ്റെ ആ നെക്കിൻ്റെ അവിടെയുള്ള ആ യു ഷേപ്പ് ഒന്ന് വെച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ആ യു ഷേപ്പ് വരച്ചെടുത്തതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ അവിടുന്ന് ലെഫ്റ്റിലോട്ടേക്ക് 2.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് യു ഷേപ്പിൽ തന്നെ. എന്നിട്ട് ആ മാർക്ക് ചെയ്തതിലേക്കൂടെ യു ഷേപ്പിൽ തന്നെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ആ എൻഡിൽ ആ മടക്ക് വശത്ത് ഒരു കർവ് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആ മാർക്ക് ചെയ്ത ആ ഷേപ്പിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് 4 പീസ് കിട്ടും. അപ്പോൾ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്ത് മറ്റേ പീസിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് സൈഡിൽ ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുത്തിട്ട് അതിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് 2 പീസിൽ ഞാൻ ആ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് ആ നല്ല ഷേപ്പിൽ നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് 2 പീസ് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ്റെ മെയിൻ ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്ത് സെൻറ്ററിലായിട്ട് ഒരു മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് ഈ നമ്മൾ റെഡിയാക്കി വെച്ച കോളർ രണ്ടും ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ആ നെക്കിൻ്റെ സൈഡിൽ യു ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ലൈനിങ്ങിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതാ നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ചെറിയ ചെറിയ കട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൽ തട്ടാണ്ട് ചെറിയ കട്ട് കൊടുത്തിട്ട് ഈ ലൈനിങ് അപ്പുറത്തോട്ടേക്ക് തിരിച്ചിടാം. അപ്പോൾ നമുക്ക് നെക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് പോർഷൻ നമ്മൾ ഇതുപോലെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ്ങിൻ്റെ നല്ല വശം ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ കുറച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്കൂടെ നമ്മൾ കട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 2 പീസും ഞാൻ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഇത് 2 പീസും ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ബാക്ക് നെക്കും നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 2 പീസിലും ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ലൈനിങ്ങും മെയിൻ ക്ലോത്തും ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ബാക്ക് പോർഷനിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് വീതം വിട്ടിരുന്നില്ല. ആ ഭാഗം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു റഫ് സ്റ്റിച്ച് അവിടെ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാനതൊന്ന് അഴിച്ച് മാറ്റും. നിങ്ങൾക്ക് സ്റ്റിച്ച് ഇടണമെന്നില്ല, പിൻ ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ ബാക്ക് പോർഷൻ ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്തായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ആ കോളറിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് അതിൻ്റെ താഴത്തെ ഭാഗത്തു കൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ലൈനിങ് ഒന്ന് മെയിൻ ക്ലോത്തുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നല്ല വശത്ത് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഷോൾഡർ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്കിതിൻ്റെ സ്ലീവിൻ്റെ അവിടെ ഫിനിഷ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഒരു ക്ലോത്ത് എടുത്തിട്ട് അത് ഇതുപോലെ നിവർത്തിയിട്ടിട്ട് 2 ഇഞ്ച് വിട്ടുള്ള 2 ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ക്രോസ് പീസ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ നടുക്കേ കൂടെ മടക്കിയിട്ട് ഈ സ്ലീവിൻ്റെ അവിടെ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 2 സൈഡിലും നമ്മൾ അതുപോലെ ചെയ്യണം. അപ്പോൾ 2 സൈഡിലും ഞാൻ ഇതുപോലെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ ക്രോസ് പീസ് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ലീവിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ല, ഞാൻ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ആ സ്ലീവിൻ്റെ 2 സൈഡും നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രസ്സിൻ്റെ സൈഡ് ജോയിൻ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് 2 സൈഡിലും നമ്മൾ കൊടുത്ത സീം അലവൻസ് വെച്ചിട്ട് നമുക്ക് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ലൈനിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാൻ ആ സൈഡ് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ നമ്മൾ ടോപ്പ് പാർട്ട് റെഡി ആയി കഴിഞ്ഞു. പിന്നെ നമുക്കിതിൻ്റെ സ്കേർട്ട് പാർട്ടാണ് ചെയ്യേണ്ടത്. ഈ തുണി വെച്ചിട്ടാണ് ഞാൻ സ്കേർട്ട് പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കേർട്ട് പാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.